ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് കന്യാകുമാരിലോട്ടൊരു യാത്ര പോവുകയാണ്. ഇത് ഓരോ മുൻകരുതലും ഇല്ലാതെ പെട്ടെന്ന് എറണാകുളത്ത് ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഒരു ട്രെയിൻ മിസ്സായി പോയി. അങ്ങനെ കന്യാകുമാരി ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരു മുൻകരുതലും ഇല്ലാതെ ഒരു കന്യാകുമാരി യാത്ര, അതും ട്രെയിനിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഏകദേശം കന്യാകുമാരി എത്താറായി. നല്ല തണുത്ത കാറ്റടിക്കുന്നു. അപ്പോൾ സ്റ്റേഷനെത്തി. പിന്നെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ഏകദേശം നടന്നു പോകേണ്ട ദൂരം തന്നെ ഉള്ളൂ ബീച്ചിലോട്ട്. കരിമ്പിൻ ജ്യൂസ് എന്തായാലും കാണുമ്പോൾ ഒരു വീക്ക്നെസ്സിന്, പക്ഷേ ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ബീച്ചിലോട്ട് ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുകയാണ്. ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നത്, അതിലാണ് കയറിയത്. ഇവിടെ പേത്ത് എന്താ നോക്കാം. മാപ്പ് ചോദിച്ചു ഏതോ ഒരു ബീച്ചിൽ കൊണ്ടിറക്കി. ഇത് കന്യാകുമാരി നമ്മുടെ മെയിൻ ബീച്ചല്ല, വേറെ ഒന്ന്. ഇപ്പോൾ കന്യാകുമാരി ഫസ്റ്റ് സ്പോട്ടെത്തി. ഇത് ഗാന്ധി മണ്ഡപം. കട്ട വെയിൽ ഇപ്പോഴും, അങ്ങനെ എത്രയൊക്കെ കുറവ്. പിന്നെ വൈകിട്ട് സൺസെറ്റ് സമയമാകുമ്പോൾ നല്ല തിരക്കാണ് അവിടെ. ഇനി ഈ സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വീഴാണിത് പാറയിൽ ഈസി അവിടെ പോവാം, അതിന് തിരക്കില്ലാത്തതുകൊണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ ബീച്ചിൽ, നല്ല തിരക്കുണ്ട് ഈ സമയത്ത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. ഈ പോയിൻ്റാണ് 3 കടൽ ഒരുമിച്ച് ചേരണ പോയിൻ്റ്. ഏറ്റവും എൻഡ്, ഇന്ത്യയുടെ ഏറ്റവും എൻഡ്. ഇഷ്ടംപോലെ ചെറിയ മീനൊക്കെയാണ്, കാണാൻ പറ്റുമെന്താ. ഇഷ്ടംപോലെ ചെറിയ മീനാണ്, ചെറിയ മീൻ കണ്ട ഇഷ്ടംപോലെ നിൽക്കണം. നല്ല രസമുണ്ട്. ഈ ഒരു സ്ഥലമാണ്. ഒരുപാട് തവണ കന്യാകുമാരി വന്നിട്ടുണ്ട്, പക്ഷേ വിവേകാനന്ദ പാറയിൽ ഇതേപോലെ ബോട്ടിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം പോണതൊക്കെ മിക്കവാറും ടൂറിസ്റ്റിൽ ഇങ്ങനെ പോണതായിരിക്കും, 10-50 പേരൊക്കെ ഒരുമിച്ച് പോണതല്ലേ. അപ്പോൾ എല്ലായിടം ഓരോ സമയമൊക്കെ വച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പോകാൻ വേണ്ടി ബോട്ടിലാണെങ്കിൽ ക്യൂ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് മിക്കവാറൊക്കെ നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ പോകില്ല, അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ ഇവിടെ പോകണമെന്ന് തന്നെ നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കുകയും ചെയ്ത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 2 മണി സമയമൊക്കെയാണ് ഇപ്പോൾ ഞാൻ ബോട്ടിലിരിക്കുന്നത്. അങ്ങനെ നേരെ പിന്നെ ഈ കടലിലുള്ള യാത്രയുടെ എക്സ്പീരിയൻസ് അടിപൊളി തന്നെ. കാരണം ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് കടലിലോട്ടുള്ള തിരകളൊക്കെ നമ്മൾ ഓപ്പോസിറ്റാണ് തിരമാല വരണത് കൊണ്ട് ഭയങ്കര പ്രതീക്ഷിക്കാതൊക്കെയാണ് ഈ ബോട്ട് തന്നെ എടുത്ത് പലതവണയും എടുത്ത് അങ്ങോട്ട് അടിക്കും പോലെയായിരുന്നു. കാരണം ഈ ഓപ്പോസിറ്റല്ല തിരമാലയാണ് പറഞ്ഞത്, അതെല്ലാം കൂടെ എടുത്ത് വല്ലാത്തൊരു ഫീലായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ബോട്ടിലോട്ട് അങ്ങോട്ട് പോയത്. ഇത് വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ചു പോയാണ്. അതിൻ്റെ അകത്തുള്ള വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാനും പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് അവിടെ സ്ഥലങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് പറയാൻ അവിടെ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. കാരണം അവിടെ ഉള്ള ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, കാറ്റും അടിച്ചൊടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് അവിടെ. ഗൈസ്, അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്.
തിരിച്ചൊരു മെമ്മോയിൽ കയറി പോവുകയാണ്. അതേപോലെ ഫുഡ് ആ പടത്ത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് കഴിച്ചൊരു മീൻ വാങ്ങിച്ച്, പഴയ മീനായിരുന്നു, അത് കഴിഞ്ഞ് ബാക്കി അടിപൊളിയായിരുന്നു യാത്ര. പിന്നെ ഇവിടെ സീ ഫുഡൊക്കെ നോക്കി വേണം കഴിക്കാൻ. ഞാൻ വേളാങ്കണ്ണിൽ നിന്നൊക്കെ നല്ല അടിപൊളി സീ ഫുഡ്, രാമേശ്വരം സീ ഫുഡ് കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ച് നല്ല സീ ഫുഡ് വലിയ കാര്യത്തിൽ പോയി വാങ്ങിച്ച് മോശമായിരുന്നു. ശരി.